ആത്മാവ് ശരീരം വിട്ടുപോയ ശേഷം നമ്മൾ എന്തുകൊണ്ട് ആ ശരീരത്തോട് ക്ഷമ ചോദിക്കുന്നു? എന്തുകൊണ്ട് ജീവനുള്ളപ്പോൾ അത് ചെയ്യാൻ നമ്മൾ മടിക്കുന്നു? വളരെ ലളിതമാണ് ഉത്തരം. അത് നമ്മുടെ അഹങ്കാരത്തെയാണ് പ്രതിധ്വനിക്കുന്നത്. മനുഷ്യനും അഹങ്കാരവും. മനുഷ്യൻ ജനിക്കുന്നത് ശുദ്ധമായ ഹൃദയത്തോടെയാണ്. കുഞ്ഞുങ്ങൾക്ക് അഹങ്കാരമില്ല. അവർ തെറ്റ് ചെയ്താൽ ഉടൻ കരയും, ക്ഷമ ചോദിക്കും, പിന്നെ വീണ്ടും ചിരിക്കും. പക്ഷേ വളരുന്നതിനൊപ്പം നമ്മൾ പഠിക്കുന്നത് പാഠപുസ്തകങ്ങൾ മാത്രമല്ല, അഹങ്കാരവും ധാർഷ്ട്യവും പഠിക്കുന്നു. ഞാൻ തെറ്റ് ചെയ്യില്ല, ഞാൻ ക്ഷമ ചോദിക്കേണ്ടതേയില്ല, എൻ്റെ അഭിമാനം തകരാൻ പാടില്ല. ഇവയാണ് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മന്ത്രങ്ങൾ. അതേപോലെ തന്നെ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ മുന്നിലേക്ക് എത്തുകയും അയാളോട് ക്ഷമ ചോദിക്കാനുമുള്ള നമ്മുടെ മടി. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനോട് ക്ഷമ ചോദിച്ചോ? അമ്മയോട് തുറന്നു പറഞ്ഞു നോക്കിയോ? അമ്മേ, ഞാൻ വേദനിപ്പിച്ചു. അച്ഛാ, ഞാൻ തെറ്റി. ഇതൊക്കെ പറയാൻ നമ്മുടെ നാവിന് എന്തുകൊണ്ട് ഭാരം തോന്നുന്നു? കാരണം ക്ഷമ ചോദിക്കുന്നത് നമ്മൾ ചെറുതാകുന്നതായി തോന്നുന്നു എന്ന ഒരു വികാരമാണ്. സ്വയം തിരുത്തുന്നത്. നമ്മൾ അങ്ങനെ ചോദിക്കുമ്പോൾ പരാജയപ്പെട്ടവരായി തോന്നുന്നു എന്ന സംശയമാണ് നമ്മുടെ മുന്നിലുള്ളത്. ക്ഷമയെ പാപമായി തോന്നുന്ന ഒരു നന്മയായി വരുന്നു. അതെ, ജീവിച്ചിരിക്കുമ്പോൾ ക്ഷമ ചോദിക്കലും സ്വയം മാറാനുള്ള ശ്രമവും നമുക്ക് പലപ്പോഴും പാപം പോലെയാണ് തോന്നുന്നത്. പക്ഷേ സത്യം എന്താണ്? ക്ഷമ ചോദിക്കുന്നത് പാപമല്ല, അത് ധൈര്യമാണ്. സ്വയം തിരുത്തുന്നത് തോൽവിയല്ല, അത് ആത്മീയ വളർച്ചയാണ്. ഒരു ശരീരം നിശ്ചലമായി കിടക്കുമ്പോൾ അവന് അഹങ്കാരമുണ്ടാകില്ല. അപ്പോൾ മാത്രമാണ് നമ്മൾ പറയുന്നത്, എനിക്ക് നിന്നോട് പറയാനുണ്ടായിരുന്നു, ക്ഷമിക്കണം, ഞാൻ മാറേണ്ടിയിരുന്നു. പക്ഷേ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരിക്കും. ശരീരത്തോട് എന്തിനാണ് ഈ കാപട്യം നാം കാണിക്കുന്നത്? ആ ശരീരം കേൾക്കില്ലെന്ന് നിൻ്റെ ആത്മാവിന് അറിയാവുന്നതുകൊണ്ടാണ്. എന്നിട്ടും നമ്മൾ അവിടെ നിന്നുകൊണ്ട് കരയുന്നു. അത് ശരീരത്തിനായിട്ടല്ല, അത് നമ്മളെക്കുറിച്ചുള്ള കുറ്റബോധമാണ്. നമ്മൾ തിരിച്ചറിയുന്നു, അവസരമുണ്ടായിരുന്നപ്പോൾ ഞാൻ ഉപയോഗിച്ചില്ല. നമുക്ക് എല്ലാവർക്കും ഇന്ന് ശ്വാസമുണ്ട്, ഇന്ന് ഒരവസരമുണ്ട്. ഇന്ന് ക്ഷമ ചോദിക്കാം, ഇന്ന് മാറാൻ ശ്രമിക്കാം, ഇന്ന് സ്നേഹം പറയാം. നാളെ എന്ന് കരുതുന്നത് വലിയ വഞ്ചനയാണ്. നാം നമ്മളോട് തന്നെ ചെയ്യുന്ന വഞ്ചനയാണ്. അഹങ്കാരം ഒരിക്കലും നമ്മെ വലുതാക്കുന്നില്ല. അത് നിങ്ങളെ അതിഭയാനകമായ രീതിയിൽ ഒറ്റപ്പെടുത്തുന്നു. മനുഷ്യനാകാൻ ക്ഷമ ചോദിക്കണം, സ്വയം തിരുത്തണം, വീണ്ടും തുടങ്ങണം. ഇതാണ് ദൗർബല്യമല്ലിത്, ഇതാണ് യഥാർത്ഥ ശക്തി. ആത്മാവ് ശരീരം വിട്ടുപോയ ശേഷം ക്ഷമ ചോദിക്കേണ്ട അവസ്ഥ ആർക്കും വരരുത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ മനുഷ്യരാവുക. അഹങ്കാരമല്ല, സ്നേഹമാണ് നമ്മളെ ഉയർത്തുന്നത്. മാറുക, പരിശ്രമിക്കുക. ഈ ആത്മീയ ബോധം ഒരുപക്ഷേ നിങ്ങളെ ഒരു വലിയ ഉന്നതിയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു.